ഭഗവതി ശരണം. ഹരിഗുരുസ്മരണയുടെ ഇന്ന് 25/2/2025 ചൊവ്വാഴ്ച, ശിവരാത്രിക്ക് മുമ്പത്തെ ദിവസം. എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ദൈവ അംശങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്ന് രാവിലെ എടപ്പള്ളി കൊട്ടാരം മഹാഗണപതി, അതുപോലെ പേരണ്ടൂർ ദേവി ക്ഷേത്രം, നമ്മുടെ പാവക്കുളം മഹാദേവൻ, പാർവതീ സമേത പരമേശ്വരൻ, ദക്ഷിണാമൂർത്തിയുണ്ട് അവിടെയൊക്കെ ദർശനം നടത്തി വന്നു കഴിഞ്ഞിട്ടാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അത് കുറേയധികം പേരെ വിളിക്കാനുണ്ട്, ഞാൻ ലിസ്റ്റാക്കി വെച്ചിരിക്കുകയാണ്. ഓരോരുത്തരെ ഇത് കിട്ടുന്നതനുസരിച്ച് വിളിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി മെസ്സേജ് അയയ്ക്കുക. കാര്യം ഇന്നലെ തന്നെ ഒരു 7-8 പേരെ ഞാൻ വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെ വെച്ചിട്ട് ആരുടെയാണോ ഇൻഡ്യൂഷൻ കിട്ടുന്നത് അതാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. ദയവ് ചെയ്ത് എനിക്ക് പൂർണ്ണമായിട്ട് ആസ്ട്രോളജിയെ അല്ല ഞാൻ ആശ്രയിക്കുന്നത്, നിമിത്തവും ഒക്കെയാണ്. അപ്പോൾ പലരെയും വിളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറോളം സമയം പോകും. മിനിമം 30-40 മിനിറ്റ്സ് പോകുന്നുണ്ട്. പിന്നെ അടുത്ത ഇതെടുത്ത് അത് കുറച്ച് മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഇന്നലെ കുറച്ച് വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇന്നലെ റെക്കോർഡിങ്ങും ഉണ്ടായിരുന്നു, അതിന് പോയി വന്നു. പിന്നെ വൈകിട്ടും കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 2-3 മണിക്കൂർ മാക്സിമം ആൾക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ വിളിക്കുന്ന വേറെ നമ്പറിൽ നിന്നാണ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു വ്യക്തി എനിക്ക് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2000 രൂപ ദക്ഷിണ അയച്ചു. അത് എനിക്ക് തന്നെ ഷോക്കായിപ്പോയി. കാര്യം ഞാൻ കാശിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിലെ എനിക്ക് അർഹിക്കുന്ന ഒരു തുക, അത് ഞാൻ 789 രൂപ എടുത്തു. ആ 789 രൂപ എടുത്തിട്ട് ബാക്കി ഞാൻ അവർക്ക് ഇന്ന് തിരിച്ചയച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് തിരിച്ചയച്ച സങ്കടം. പിന്നെ പലരും ദക്ഷിണ തരുന്നുണ്ട് കേട്ടോ. ഇന്ന് തന്നെ അമ്പലത്തിൽ പോയ ചിലർ ബ്ലെസ്സിങ്ങിന് എനിക്ക് ഇത് തരും, ബ്ലെസ്സിങ് കൊടുക്കാറുണ്ട്. കൊച്ചിയിലൊക്കെ പോയി ബ്ലെസ്സിങ് കൊടുക്കാറുണ്ട്. അത് കുറേ നോട്ട് തരുമ്പോൾ ഇത് ക്ഷേത്രങ്ങളിൽ പോയി കാണിക്കയിടുക, അല്ലെങ്കിൽ അവിടെയുള്ള ആർക്കെങ്കിലും അവിടെ സേവനം ചെയ്യുന്നവർക്ക് കൊടുക്കുക, ദക്ഷിണ കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ നാളെ ശിവരാത്രി ആയതുകൊണ്ട് മൗനവ്രതമാണ് നാളെ ഞാൻ. അപ്പോൾ നാളെ പോകുന്നതിന് പകരം ഇന്ന് പോയി. അപ്പോൾ ഇന്നലെ ഒരാളെ ഒഴിഞ്ഞെടുത്ത തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ അനുഭവം ഞാൻ പിന്നെ പറയാം. ചിലപ്പോൾ അബാക് മീഡിയയിലായിരിക്കും ആ അനുഭവം പറയണം. ഒരു സോൾ പ്രസൻസ് ഒഴിവാക്കിയതാണ് ഞാൻ ഇന്നലെ. അത് ചിലപ്പോൾ അബാക്കിലായിരിക്കും ഞാനത് പറയുന്നത്. നോക്കട്ടെ എങ്ങനെയാണെന്ന്. അത് റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല, വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിന് ഇതുണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. അത് ഒരു ഓഫീസിൽ വെച്ചാണ് ചെയ്തത്. അപ്പോൾ ദക്ഷിണയുടെ കാര്യം പല ആൾക്കാരും ദക്ഷിണയുടെ ചോദിക്കാറുണ്ട്. അപ്പോൾ ദക്ഷിണ, ഈ സംഖ്യ എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ദക്ഷിണയെക്കുറിച്ച് എൻ്റെ ഗുരു പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടുത്ത ആളിന് കൂടുതലായിപ്പോയെന്നും കിട്ടിയ ആളിന് കുറഞ്ഞു പോയി എന്നും പറയാൻ പറ്റാത്ത തുകയായിരിക്കണം ദക്ഷിണ എന്നാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് അയച്ചു തന്ന 2000 രൂപ വളരെയധികം കൂടുതലാണ്. കാര്യം കുറച്ച് നേരം സംസാരിച്ചു, കുറേ കാര്യങ്ങൾ നോക്കി, അതൊക്കെ വേറെ കാര്യം. അവരുടെ ആവശ്യവും വലുതായിരിക്കും. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ 7, 8, 9 ഇത് ചെയ്തു? സംഖ്യകളിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള സംഖ്യയാണ് 7, 8, 9. അപ്പോൾ 7ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സപ്തമാതൃക്കളെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, സപ്തസ്വരങ്ങൾ കേട്ടിട്ടുണ്ട്. 7 എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനമാണ്. അതിൻ്റെ ഈ 7 എന്ന് പറയുന്നത് 7 ചക്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കാര്യം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മൂലാധാരത്തിൽ നിന്ന് ജീവശക്തി സഹസ്രാരത്തിലൂടെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ സമാധിയായിട്ട് ഈശ്വരപദത്തിൽ ലയിക്കുന്ന 7 ചക്രങ്ങളിലൂടെയുള്ള ജീവൻ്റെ സഞ്ചാരമാണ് നമ്മുടെ ജീവിതം, മനുഷ്യജീവിതം. ഈ 8 എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ഈ അഷ്ടലക്ഷ്മി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അഷ്ടലക്ഷ്മികൾ, ഈ അഷ്ടലക്ഷ്മികൾ, അഷ്ടവസുക്കൾ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. 8 എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. കാര്യം നമ്മുടെ ശരീരത്തിൽ പോലും എനർജി സഞ്ചരിക്കുന്ന 8 എന്നുള്ള ആകൃതിയിലാണ്. നമ്മൾ ഒഴിയേണ്ടതും 8 എന്നുള്ള രീതിയിലാണ്. മനസ്സിലായത്? നമ്മളിപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ ഒഴിയുകയാണെങ്കിൽ 8 എന്നുള്ള രീതിയിലാണ് അത് ഒഴിയുന്നത്. അത് ആരോഹണം അവരോഹണം ആ രീതിയിൽ വരും. അതുകൂടാണ്ട് സിദ്ധ ശാസ്ത്രം അനുസരിച്ചിട്ട് ഈ പ്രദക്ഷിണം എടുക്കുമ്പോൾ അവർക്ക് 8 എന്നുള്ള രീതി പ്രദക്ഷിണം എടുക്കും. ഈ 8 എന്നുള്ള രീതി പ്രദക്ഷിണം എടുക്കുമ്പോഴത്തേക്കും അത് ഒരു എനർജി ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൂടാണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ ശ്രീമതി പ്രീതി ആർ റാവു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഇത് 8 നമ്മുടെ DNA സഞ്ചരിക്കുന്ന മറ്റേ 8 എന്നുള്ള ആകൃതിയിലാണെന്ന് പറഞ്ഞു. അതെനിക്കറിയില്ലായിരുന്നു.
അപ്പോൾ അങ്ങനെ 8 എന്നുള്ള ആകൃതിയിലാണ് നമ്മുടെ ശരീരത്തിൽ എനർജി സഞ്ചരിക്കുന്നതും. ധനത്തിൻ്റെ ദേവതയായ ലക്ഷ്മിക്ക് 8 ഭാവങ്ങളാണുള്ളത്. അതാണ് 8 എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത. അത് അല്ലാണ്ട് 8 ദിക്കുകളാണുള്ളത് നമ്മുടെ ഈ ഇതിന്. കിഴക്ക് തൊട്ട് കറങ്ങി വരുമ്പോൾ അഷ്ടദിക്പാലകന്മാരെന്ന് പറയുന്നില്ലേ, ഈ 8 ദിക്കുകളാണുള്ളത്. അപ്പോൾ 7 ചക്രങ്ങൾ, 8 ദിക്കുകൾ. 9 എന്ന് പറയുന്നത് നവഗ്രഹങ്ങളുടെ സ്വാധീനമാണ്. ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെ ഭാഗ്യങ്ങളും എല്ലാം ഈ 9 എന്നുള്ളതാണ്. അതാണ് 789 രൂപയും ഞാൻ എടുക്കാൻ കാര്യം. സാധാരണ ഞാൻ എടുക്കുന്നത് 123 രൂപ, 234 രൂപ, 345 അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 369 എന്ന് പറയും. 369 എന്ന് പറയുന്ന ഒരു എനർജി സംഖ്യയാണ്. പലരോടും അങ്ങനെ പറയാറുണ്ട്. അവരുടെ ഇതനുസരിച്ച് ഞാൻ പലപ്പോഴും പറയണം 9 രൂപ തന്നാൽ മതി. കാര്യം 9 എന്ന് പറയുന്നത് ഒരു മിറാക്കിൾ സംഖ്യയാണ്. നമുക്കറിയാം 9ൻ്റെ ഗുണിതങ്ങൾ, എൻ്റെ കുറേ പ്രത്യേകതകൾ അറിയാം. ഈ 9 എന്ന് പറയുന്ന സംഖ്യ യൂണിവേഴ്സിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഖ്യയാണ്. പക്ഷേ ബ്രഹ്മതത്വത്തെ പ്രതിനിധീകരിക്കുന്ന സംഖ്യയാണ് 0. ആ തത്വം 0യാണ്. അതാണ് ഈ 0 കണ്ടുപിടിച്ചത് ഭാരതീയരാണെന്നും 0യെ ഏത് സംഖ്യ കൂട്ടിച്ചേർത്ത് നിർത്തുന്നോ, ഒരു 0 ചേർന്നാൽ അതിൻ്റെ 10 ഇരട്ടി മൂല്യമെന്ന് പറയണതിൻ്റെ അതാണ്. സാധാരണ പറയുന്നതെന്ന് വെച്ചാൽ 1 വെച്ചാൽ 10 കിട്ടും. യൂണിവേഴ്സിൻ്റെ ഒരു പ്രകൃതിയുടെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചെറിയ സാധനം കുഴിച്ചിട്ടാൽ, ഒന്നുമില്ല, ഒരു വെണ്ടയ്ക്കയുടെ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ വിത്ത്, ആ വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മിനിമം 10 വെണ്ടയ്ക്ക നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ കാലമാകും. കാര്യം മിനിമം 10 കിട്ടും. അത് ചില ഇതിൽ 100 മേനി വരെ വിളയും. അത് പ്രകൃതിയുടെ ഒരു ഒരു നിയമമാണ്, പ്രകൃതി നിയമമാണ്. അപ്പോൾ 1 വെച്ചാൽ 10 കിട്ടും, 1 കൊടുത്താൽ 10 കിട്ടും എന്നുള്ള പ്രകൃതിയുടെ നിയമം. അതിൽ 9 എന്ന് പറയുന്നത്, ഞാൻ മിക്കരോടും പറയണത് 9 രൂപയാണെങ്കിൽ നിങ്ങൾ അയച്ചാൽ മതി എന്ന് പറയുന്നത്. കാര്യം ചിലർക്ക് കൊടുക്കണമെന്നുള്ളത് വരും. അല്ലാണ്ട് എനിക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് എൻ്റെ ആത്മാവിനെ എനിക്ക് ബോധ്യപ്പെടുത്തണം, എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഒരു ദിവസം 15ഓളം പേരാണ് മെയിലിലൂടെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് എൻ്റെതായ അനുഷ്ഠാനങ്ങളുണ്ട്. എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന കുറേ പേരുണ്ട്. എന്ന് പറഞ്ഞാൽ 2019 വിജയദശമി തൊട്ട് എന്നെ അറിയുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവർ 10-30 പേര് കണ്ടിന്യൂസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കറിയാം ഞാൻ എന്താണ്, കാശിന് ആണോ ഇത് ചെയ്യുന്നത് എന്താണെന്നറിയാം. ഇപ്പോൾ ഗ്രൂപ്പ് ഈ വീഡിയോയ്ക്ക് താഴെ ഇതിൽ, അല്ലെങ്കിൽ അബാക് മീഡിയയുടെ താഴെ വന്നിട്ട് വേറെ പണിക്ക് പോടേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ അവൻ്റെ കാർവികം അവരങ്ങനെ തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 28 വർഷം നല്ല രീതിയിൽ ജോലി ചെയ്ത് പെൻഷൻ കൊണ്ട് എനിക്ക് ജീവിക്കാം, അതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഇത് കിട്ടുന്ന ദക്ഷിണ കൊണ്ട് ഞാൻ ധാർമ്മികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ആവശ്യത്തിനെടുക്കില്ല, ധാർമ്മികമായിട്ട് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറൊന്നുകൂടി പറയാം, എൻ്റെ മരുന്നിന് വേണ്ടിയിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ശാരീരിക പ്രശ്നങ്ങൾ കാണും. ആ ശാരീരിക പ്രശ്നങ്ങൾ എൻ്റെ മരുന്ന് എനിക്ക് അറിയാം. എൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞാണ് എൻ്റെ ജീവിതത്തിൽ വരാനുള്ള 3ാമത്തെ വയസ്സിൽ ഡിഫ്തീരിയ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും പോളിയോ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും പൈൽസ്, അത് കഴിഞ്ഞപ്പോൾ ഒരു പനി വന്നു. 5ാം പനിയല്ല, വേറെ ഒരു പനി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞപ്പിത്തം, ലാസ്റ്റ് ബൈപ്പാസ് വന്ന് ഷുഗർ കയറ്റുമതി ചെയ്യാം, കൊളസ്ട്രോൾ വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കാം, അതുപോലെ പ്രഷർ വേണമെങ്കിൽ ഇഷ്ടം പോലെ, നല്ല തള്ളിനുള്ള പ്രഷറും എല്ലാം ഉണ്ട്, മനസ്സിലായി. ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾ. അപ്പോൾ മരുന്നിന് വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കുറേ പേരുടെ കാര്യങ്ങൾ. അപ്പോൾ ചിലർ പറയും, ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് അനുഭവമുണ്ട്, അവർ ചിലത് ടെസ്റ്റ് ചെയ്തപ്പോൾ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ പറഞ്ഞു. പക്ഷേ ബ്ലെസ്സിങ് വാങ്ങിച്ചത് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാൻ ബ്ലെസ്സിങ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പ്രാർത്ഥനകൾ അവർക്ക് ഫലിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചാനലൈസ് ചെയ്യുന്ന, എനിക്കൊരു ഇതിൽ എൻ്റേതായ കഴിവുകളൊന്നുമില്ല, മനസ്സിലായോ. ഇങ്ങനെ പല ഗുരുക്കന്മാരും ഞങ്ങൾക്ക് അസാധാരണമായ കഴിവുണ്ടെന്ന് പറഞ്ഞ് പോലീസ് കേസ് വന്നു കേട്ടോ. എനിക്കൊരു കഴിവില്ല, നിങ്ങളെപ്പോലെ സാധാരണ ആളാണ്. എന്നെ ഇപ്പോൾ വാട്സാപ്പിലൊക്കെ ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ ഇമെയിലിൽ ബന്ധപ്പെടുന്നവർ പലരും അനുഗ്രഹീതരാണ്. പലരുടെ ഇത് കാണുമ്പോൾ ഇവർക്ക് ഇത്രയൊക്കെ ദൈവം ഇത്രയൊക്കെ അനുഗ്രഹിച്ചല്ലോ എന്നൊരു എനിക്ക് തന്നെ അസൂയ വരുന്ന രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ തീരെ എളിയ ആളാണ്. നിങ്ങളെയൊക്കെ പരിചയപ്പെടാനും പലരും എന്നിലേക്ക് വരാനായിട്ട് യൂണിവേഴ്സായിട്ടൊരു നിയോഗം തന്നിരിക്കുക. അതും ഞാൻ പഠിക്കേണ്ടതാണ്. എൻ്റെ പാഠഭാഗങ്ങളാണ് എന്നിലേക്ക് വരുന്ന ആൾക്കാർ, മനസ്സിലായി. ഞാൻ
വിനീത വിധേയനായിക്കൊണ്ട് ഞാൻ ഇതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ക്ഷേത്ര ദർശനം, എൻ്റെ ഉപാസന, ഇതിൻ്റെയൊക്കെ പുണ്യം ഞാൻ എല്ലാവർക്കും പകർന്നു നൽകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ നിർത്തുന്നു. പിന്നെ നാളെ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ മൗനവ്രതമായിരിക്കും. രാവിലെ തൊട്ട് മൊബൈല് മെസ്സേജ് ഒന്നുമില്ല. നാളെ രാവിലെ ഉദയം തൊട്ട് രാത്രി വരെ നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കടന്നു കഴിഞ്ഞാൽ നാളെ ഫുള്ള് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം വ്യാഴാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഞാൻ സജീവമാകുന്നത്. അത് കൂടി അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇത് നിർത്തുന്നു. ഇതിനകത്ത് എൻ്റെ നമ്പർ കിട്ടിയവർ ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ സങ്കല്പം കൊടുക്കാം. അതിന് ഇന്ന് വൈകിട്ട് 8 മണിക്ക് മുമ്പ് വാട്സാപ്പിൽ അയച്ചിരിക്കണം. പേര്, ആരുടെ, ഇപ്പോൾ ഒരു പേര്, വയസ്സ്, നാള്, നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം, എന്നിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്. ഞാൻ നാളെ സങ്കല്പം കൊടുക്കാം കേട്ടോ. അത് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. അത് മാത്രം പറയുന്നു. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി നാളെ അതുകൂടി മാറ്റി വെക്കണമെന്ന് എനിക്കുണ്ട്. കാര്യം നിങ്ങൾ തരുന്ന പ്രോത്സാഹനം എനിക്ക് കുറേ വിദ്യകൾ നേടാൻ സഹായിക്കുന്നു. പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ഓൾ. താങ്ക് യു ആൾ.